വിശന്നിരിക്കുന്നവരുടെ കൈകൾ ഭക്ഷണത്തെളുകയിലോട്ട് നീണ്ടുവരുന്നതിനേക്കാളും വേഗത്തില് ഈ സമുദായത്തിനെതിരെ ആളുകളെ അറിഞ്ഞു തുള്ളുന്നൊരു കാലഘട്ടം കടന്നു വരും. പാവങ്ങളായ ഫലസ്തീനികളായ സഹോദരങ്ങളെ പോലെ ഉമ്മയില്ലാത്ത ഉപ്പയില്ലാത്ത ഒരുപാട് അനാഥ മക്കളുണ്ടാകും. ഈ സമുദായം ഒരു നേതാവിന് വേണ്ടി കിടന്ന് നിലവിളിക്കുന്നൊരു കാലഘട്ടം കടന്നു വരും. അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തി അല്ലാലിമി അഹ്ലുഹാ വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറാ. ഇസ്രായേലൻ പട്ടാള ക്യാമ്പിൽ നിന്നും തൊടുത്തുവിടുന്ന മിസൈലുകൾ വന്നു പതിച്ചു പാവങ്ങളായ മക്കൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ സ്വന്തം മക്കളുടെ മയ്യത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഫലസ്തീനികളായ ഉപ്പമാര് ആകാശത്തോട്ട് കൈകൾ ഉയർത്തിയിട്ട് പറയുന്നത് എന്തെന്നറിയോ? വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറാ. എത്രയോ രാജ്യങ്ങളുണ്ട് അല്ലാ, ഒരുപാട് ആയുധ ശേഖരങ്ങളുള്ള എത്രയോ രാഷ്ട്രങ്ങളുണ്ട് അല്ലാ. നിന്റെ പേരിൽ മതമനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞു നടക്കുന്ന എത്രയോ രാജ്യങ്ങളുണ്ട് അല്ലാ. ആരും ഞങ്ങളെ സഹായിക്കാനില്ല റബ്ബേ. വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറാ. ഞങ്ങൾക്കൊരു സഹായിയെ തരണേ അല്ലാ, ഞങ്ങൾക്കൊരു നേതാവിനെ തരണേ അല്ലാ. ഫലസ്തീനികളായ സഹോദരങ്ങൾ രാവും പകലും ദുആ ചെയ്യുന്ന ദുആയാണത്. ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളെ നീ നേതാവാക്കി തരണേ റബ്ബേ. ഇതുപോലെ ഈ സമുദായം കടന്ന് യാചിക്കുന്ന ഒരു ദിവസം കടന്നു വരാനുണ്ട്. ഇത് തന്റെ സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. അന്നത്തെ കാലത്ത് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ നബിയേ? ഈ സമുദായം ഒരു നായകനില്ലാതെ കിടന്ന് നിലവിളിക്കുമ്പോൾ, ശത്രുക്കളുടെ കരാള ഹസ്തങ്ങളിൽ കിടന്ന് ഞെരിഞ്ഞ വരുമ്പോൾ ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ നബിയേ? ഞങ്ങൾക്ക് മോചകനില്ലാതെ വരുമോ നബിയേ? ഞങ്ങൾക്ക് സമ്പത്തില്ലാത്ത കാലമായിരിക്കുമോ നബിയേ? അവിടുന്ന് പറഞ്ഞു, അല്ല സ്വഹാബാ, നിങ്ങളിൽ ഒരുപാട് സമ്പന്നന്മാരുണ്ടായിരിക്കും, ഒരുപാട് നേതാക്കന്മാരുണ്ടായിരിക്കും, ഈ സമുദായത്തിന്റെ പേരിൽ ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഒരു രോഗം പിടിപെട്ടിരിക്കും സ്വഹാബ.